വെൽക്കം ടു കോറൽ റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് പുറത്തും ഹോട്ടലിന് വേണ്ടിയിട്ടല്ല, പുറത്തുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന മൾട്ടി യൂസ് റെസ്റ്റോറൻറ്റ്. ഞാൻ അകത്തേക്ക് കയറി വളരെ സൂപ്പർ ഇൻറ്റീരിയേഴ്സ് ആണുള്ളത്. കന്യാകുമാരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബിസി ആയ റെസ്റ്റോറൻ്റാണ്. ബുഫേ ലേ ഔട്ടിൽ നോക്കുമ്പോൾ ജ്യൂസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ പപ്പായ പിന്നെ വാട്ടർമെലൺ, പിന്നെ നമുക്കെല്ലാം നല്ലൊരു സ്പ്രെഡ് ഉണ്ട്. എഗ്ഗിൻ്റെ തന്നെ ബോയിൽഡ് എഗ് ഉണ്ട്, മസാല ഓംലേറ്റ് ഉണ്ട്, ഇഡ്ഡലി സാമ്പാർ, മെതുവട, പിന്നെന്താണ് പട്ടൂര. നമ്മൾ നേരത്തെ കഴിച്ച പട്ടൂര ചന്ന മസാല അടിപൊളിയായിരുന്നു. പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ്, ജാം, മാർമലേഡ് വളരെ അടിപൊളിയായ സ്പ്രെഡാണ്. ദാൽ, കിച്ചടി, ഒരു മിക്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ക്വിസിനാണ് നമ്മളിവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. വെരി ബിസി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ എന്തായാലും അവധിക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങുന്നതിന് ഒരു നല്ലൊരു കാര്യം. ഞാൻ അവസാനത്തെ ഒരു കോഴ്സായിട്ട് ഇത് കഴിക്കാൻ പോവുകയാണ്. ലഞ്ചും ഡിന്നർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാം. അങ്ങനെ അച്ചായൻ കുക്കിംഗ് ചാറ്റ് ചെയ്യുന്ന ബിനുവാണ്. ഇന്ന് നിങ്ങളെന്നെ കണ്ടില്ല, പക്ഷേ എൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തത് കുറച്ച് ചിക്കൻ സോസേജ് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് ടോസ്. കോമ്പിനേഷൻ ശരിയാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിലിവിടെ ബിസി ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് തന്നെ. നമുക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലത്തെ ട്രെയിനിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഒന്ന് ചിക്കൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ലഞ്ച് എന്തൊക്കെ എടുക്കാം അല്ലേ? അപ്പം ഓക്കെ. അടുത്ത് ഞാനെടുത്തത് ചെന്നാപ്പട്ടൂർ, നല്ല ചൂടുള്ള ചെന്നാപ്പട്ടൂർ. ഞാൻ ആദ്യം കഴിച്ചൊരു പൈനാപ്പിൾ ജ്യൂസാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബുഫേ ലേഔട്ട് കാണിക്കും. ഇവിടെ തിരക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെന്നാപ്പട്ടൂർ നേരത്തെ അതേപോലെ ഫ്രഞ്ച് ടോസ്റ്റ്, ജാം, മാർമലേഡ്, സോസേജസ് രണ്ടാമത്തെ കോഴ്സ് ചെയ്ത് കഴിക്കാൻ നോക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാനൊരു റൂമിനകത്താണ്. അവരൊരു ചെറിയൊരു സ്റ്റാൻഡേർഡ് റൂമാണെന്ന് തോന്നുന്നു. ഞാനെടുത്ത റൂമാണ്. ഒരുവിധം താമസിക്കാൻ പറ്റിയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമുക്കുണ്ട്. അണ്ണൈ റിസോർട്ട്സ്, ആണ്. കോവളം റോഡ്, കന്യാകുമാരിയാണ്. സർവീസ് മെനു, ഫസ്റ്റ് ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിവറേജിൻ്റെ മെനു ഒക്കെ ഞാൻ നോക്കുകയാണ്. രാവിലത്തെ ട്രെയിനിലാണ് വന്നത്. അപ്പം ഒരു ചായയോ കാപ്പിയോ കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽസ് ഉണ്ട്, റൈസ് ആൻഡ് നൂഡിൽസ്, അതൊക്കെ ലഞ്ചിൻ്റെ ഒക്കെയാണ്. ലഞ്ച് ആൻഡ് ഡിന്നർ. സൗത്ത് ഇന്ത്യൻ കുഴപ്പമില്ലാത്തൊരു മെനു ആണ് ഇവിടെ. റൗണ്ട് ദ ക്ലോക്ക് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള സാധനം ഒക്കെ ഇതിനകത്തുണ്ട്. റൂം സർവീസ് മെനു. പിന്നെ റൂം സർവീസ് മെനുവിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെന്താണ് ഇത്, ഹോട്ടൽ
റൈറ്റിംഗ് പാഡ്, ആവശ്യത്തിനുള്ള നട്ട്സ്, മൂങ്കാല് അതൊക്കെ പ്രൈസ്ഡ് ആണ്. എനിക്ക് ടീ കോഫി മെഷീൻ, മിനറൽ വാട്ടർ. ഞാൻ ഇത് ഏത് സൈഡാണെന്ന് അറിയത്തില്ല. ഞാനൊന്ന് ഇവിടെയും നമുക്ക് വ്യൂ ഉണ്ട്. ബേസിക്കലി വ്യൂ ഉണ്ട്. കൊള്ളാം. ട്വിൻ ബെഡാണ്. നീറ്റ് ആൻഡ് റൂമിൻ്റെ സ്പേസ് നമ്മൾ കാണിക്കാനൊരു ടി വി ഉണ്ട്. ഡെക്കോറൊക്കെ കണ്ടല്ലോ. ഇവിടെ ഒരു എന്നെയും കാണാമല്ലേ. വാർഡ്രോബുണ്ട്. വാർഡ്രോബിനകത്ത് ചെറിയൊരു ഫ്രിഡ്ജും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് ഗുഡ്. ഫ്രിഡ്ജ്, ലോക്കർ. അപ്പോൾ നമുക്ക് ലഗേജ് സ്പേസിൻ്റെയാണ്. നമുക്കിവിടെ ബാത്റൂം നമുക്ക് ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ടവൽ റാക്ക്, നല്ല ബാത്റൂം. ഞാൻ യൂസ് ചെയ്തില്ല, ഞാനിവിടെ വന്ന് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. കുഴപ്പമില്ല. മനോഹരമായിട്ടൊരു ഫിഷിനെ കണ്ടോ. ഇത് ലക്കി ഫിഷാണ്. ഈ ഫിഷിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലായിടത്തും അരവണ എന്നുള്ള മത്സ്യമാണെന്ന് തോന്നുന്നു. വെരി നൈസ്. Okay. Good morning. தாரிஃப் கொஞ்சம் சொல்லுங்களேன். இப்போ ஹவு இஸ் தாரிஃப்? எத்தனை டைப் ரூம்ஸ் இருக்குங்க சார்? four type of rooms. ஓகே. Deluxe rooms and premium room, deluxe villa and premium room. ஓ, deluxe villa. Okay. Then premium room.